ഹായ് ഓൾ വെൽക്കം ടു സൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഏത് മൊഡ്യൂളായിരുന്നു? മൊഡ്യൂൾ 3 ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് സെക്ഷൽ ബിഹേവിയർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു? സെക്ഷൽ ഡിഫറൻസിയേഷൻ, അതേപോലെ സെക്സ് ഡിഫറൻസസ് ഇൻ ബ്രെയിന്, അതേപോലെ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? പ്രീനേറ്റഡ് പീരീഡ്, ഹോർമോൺ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ നോക്കി. നമ്മൾ ഈ ഒരു പാർട്ടിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്യൂബേർട്ടി. നമുക്കറിയാം, ഒരു സെക്ഷലി ഭയങ്കരമായിട്ടൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്ന ഒരു ഫീമെയിൽ ആയിക്കോട്ടെ മെയിൽ ആയിക്കോട്ടെ നമ്മളൊരു അപ്പിയറൻസിലായിക്കോട്ടെ നല്ലൊരു സെക്ഷൽ ഡിഫറൻസ് ഫീൽ ചെയ്യുന്ന ഒരു ടൈമാണ് പ്യൂബേർട്ടി. എല്ലാവർക്കും അറിയുന്ന പ്യൂബേർട്ടി എന്ന് വെച്ചാൽ പ്രായപൂർത്തിയാവുന്ന ഒരു ടൈം എന്നൊക്കെ നമ്മൾ അറിയപ്പെടും. ഫീമെയിലിൻ്റെ കേസിലാകുമ്പോൾ മെൻസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു, മെയിലായിരിക്കുമ്പോൾ ഇതേപോലെ തടി മീശയും ശബ്ദമൊക്കെ മാറിയിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ടീനേജിലൊക്കെ സംഭവിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണെന്ത്? പ്യൂബേർട്ടി. ഓക്കെ, അപ്പൊ പ്യൂബേർട്ടിയിൽ ഉണ്ടാവുന്ന ഒരു സെക്ഷൽ ഡെവലപ്മെന്റ്, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്, എന്തൊക്കെ ഹോർമോൺസ് ഒക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനുമ്പോൾ നമുക്ക് എന്താണ് പ്യൂബേർട്ടി അറിയാം. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഫിസിക്കൽ ചേഞ്ചസ് ത്രൂ വിച്ച് എ ചൈൽഡ് ബോഡി മെച്ചേഴ്സ് ഇൻ ടു എൻ അഡൾട്ട് ബോഡി കാപ്പബിൾ ഓഫ് സെക്ഷൽ റിപ്രൊഡക്ഷൻ. അതായത് ഒരു കുട്ടി ഒരു അഡൾട്ടിലോട്ട് മാറുന്നതിന് മുന്നേ ഉള്ള ഒരു മെച്ചുറേഷൻ പീരീഡാണ്. ആ ഒരു മെച്ചുറേഷൻ പീരീഡിൽ നമുക്ക് ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും, അതേപോലെ ഒരുപാട് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു പീരീഡ് ഓഫ് ടൈം, ഈ ഒരു പ്രോസസ് ഓഫ് ചേഞ്ചസിനെയാണ് നമ്മൾ ശരിക്കും എന്ന് പറയുന്നത് പ്യൂബേർട്ടി എന്ന് പറയുന്നത്. ചൈൽഡ് എന്താവുന്ന ഒരു മുതിർന്ന ഒരു അഡൾട്ട് ആവുന്ന ഒരു സെക്ഷലി റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി എത്താൻ പോകുന്ന ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവുന്നതിൻ്റെ ഒരു മെച്ചുറേഷൻ, ഫിസിക്കൽ ചേഞ്ചസ് നടക്കുന്ന സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പീരീഡ്. ഓക്കെ, ഈ വേർഡ് പ്യൂബേർട്ടി എന്ന് പറഞ്ഞ വേർഡ് വന്നത് ഒരു ലാറ്റിൻ വേർഡാണ് പ്യൂബേർട്ട് എന്ന് പറഞ്ഞത് കേട്ടോ. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അതിൻ്റെ മീനിങ് പറയുന്നത് ഏജ് ഓഫ് മെച്യൂരിറ്റി. ഓക്കെ, ഇനി ഇതിൽ അടുത്ത് പറയുന്നത് പ്യൂബേർട്ടിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താ ഞാൻ പറഞ്ഞു, ഫിസിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്ന മെയിനായിട്ട് അത് എന്തിനോട്ടുള്ള ഒരു സെക്ഷൽ മെച്യൂറേഷൻ, അതായത് ഒരു കുട്ടിക്ക് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ബോഡി ചേഞ്ചസ് സംഭവിക്കുന്നു. അങ്ങനെ ഒരു മെച്യൂറേഷൻ സംഭവിക്കുന്നതിനാണ് നമ്മൾ പ്യൂബേർട്ടി എന്ന വാക്കുകൊണ്ട് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ പ്യൂബേർട്ടി എങ്ങനെയാണ്, എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്കറിയാം, ഇപ്പോൾ കുറേ കാലം മുന്നേ ഒരു കുട്ടി പ്യൂബേർട്ടി എന്നുള്ളെങ്കിൽ ആ ഒരു ഫിസിക്കൽ ചേഞ്ചസിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. ഇപ്പോഴത്തെ ഒരു നമുക്കറിയാം ഈ ഒരു 21st സെഞ്ചുറി ഈ ഒരു ടൈം പീരീഡിൽ എങ്ങനെയാണ് ശരിക്കും ആക്ച്വലി നമുക്കറിയാം, നമ്മുടെ ഇപ്പം ന്യൂട്രീഷനും കാര്യങ്ങളും ഫാക്ടർ അടങ്ങിയിട്ട് ഒരുപാട് ഫുഡും കാര്യങ്ങളും ജങ്ക് ഫുഡും നമ്മുടെ ക്ലൈമറ്റ് പല കാര്യങ്ങളും കൊണ്ടും ഇപ്പം നമുക്കറിയാം പ്യൂബേർട്ടി വളരെ നേരത്തെ തന്നെ ആവുന്നുണ്ട്. ഇപ്പോൾ ഫീമെയിൽ ഏജിലൊക്കെ പണ്ടെന്ന് പറയുമ്പോൾ ഒരു 13 to 15 ടൈമിലൊക്കെ ആയിരിക്കും മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തൊരു ഫിസിക്കൽ ചേഞ്ചസ് പ്യൂബേർട്ടി ഒക്കെ എത്തുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ നമുക്കൊരു 9 മുതൽ അല്ലെങ്കിൽ 10 ടൈം മുതൽ ഒരു 10 ഏജ് മുതലേ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു സോഷ്യൽ ലൈഫ് സ്റ്റൈൽ കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഓക്കെ, മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ പ്യൂബേർട്ടി എപ്പോഴാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്യൂബേർട്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നോക്കാം. ആദ്യമായിട്ട് ഇപ്പോൾ ഒരു 11 വയസ്സിലൊരു കുട്ടി എത്തി. അപ്പോൾ വേണ്ടത്ര ഫുഡും ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ അവരുടെ ഗൊനാഡ്സ് സിഗ്നൽസ് കൊടുക്കണം. ഗൊനാഡ്സ് നമ്മുടെ പ്രൈമറി സെക്സ് ഓർഗൻസ് ഇപ്പൊ സിഗ്നൽ കൊടുക്കുക, വേണ്ടത്ര തരം കാര്യങ്ങൾ ഇപ്പം എനിക്ക് ചേഞ്ചസ് ആവാനോ സെക്ഷൽ മെച്ചേർഡ് ആവാനുള്ളൊരു നയനുള്ള സിഗ്നൽസ് നമുക്ക് ഗൊനാഡ്സിന് ആദ്യം വരും. ഈ സിഗ്നൽസ് എന്ത് ചെയ്യും, നമ്മുടെ തലയിലുള്ള ഹൈപ്പോതലാമസ്, അവിടെ നിന്നാണ് ഫസ്റ്റ് ഒറിജിനേഷൻ. പല സ്ഥലങ്ങളിൽ നിന്നുള്ള നമ്മുടെ ബോഡിയുടെ ഓവറോൾ ചേഞ്ചസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹൈപ്പോതലാമസ് ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. അതിൻ്റെ പേരാണ് GnRH, ഗൊനാഡോട്രോപിൻ റിലീസിങ് ഹോർമോൺ. ഫസ്റ്റ് നമ്മുടെ ഒരു പ്യൂബേർട്ടിയുടെ സ്റ്റാർട്ട് ചെയ്യുന്ന അതിനനുസരിച്ചുള്ള ചേഞ്ചസ് സംഭവിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഹൈപ്പോതലാമസിന് GnRH റിലീസ് ചെയ്യും. GnRH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൊനാഡോട്രോപിൻ റിലീസിങ് ഹോർമോൺ. ഓക്കെ, ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, ഇത് റിലീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു GnRH നമ്മുടെ അത് കഴിഞ്ഞ് ഹൈപ്പോതലാമസ് കഴിഞ്ഞ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ അത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പോയിട്ട് അവിടെ കുറച്ച് ഗൊനാഡോട്രോപിൻ സെൽസ് ഉണ്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ. മെയിനായിട്ട് ലേഡിക് സെൽസ് പറയും, ല്യൂട്ടിനൈസിങ് ഹോർമോൺ LH, അതേപോലെ FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ രണ്ട് മെയിൻ എന്താ പറയുക നമ്മുടെ സെക്സ് ഹോർമോൺസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗൊനാഡ്സ് പോയിട്ട് ഒരു സ്റ്റിമുലേഷൻ നടത്തുന്ന രണ്ട് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ് ഇത് LH ഉം
FSH. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോണാണ്. ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ആരാണ് വന്ന് ഇതാക്കുന്നത്? ഹൈപ്പോതലാമസിലെ ഗൊനാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഓക്കെ, അപ്പൊ ഈ ഒരു പാത്വേ എങ്ങനെയാണ് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഗൊനാഡ്സ് വേണ്ടത്ര കാര്യങ്ങളിൽ നമ്മൾ മെച്ചുറേഷൻ ആയെന്ന് ബോഡിയൊക്കെ തീരുമാനിച്ച് ഗൊനാഡ്സ് സിഗ്നലൊക്കെ കൊടുക്കുമ്പോൾ ഹൈപ്പോതലാമസ് ഓക്കെ സെക്ഷലി മെച്ചുവർഡ് ആവാനുള്ള കാര്യങ്ങളായി നമുക്ക് ഫിസിക്കൽ ചേഞ്ചസ് സംഭവിക്കും. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഹൈപ്പോതലാമസിന് GnRH റിലീസ് ചെയ്യുന്നു. ഈ GnRH എവിടെ പോകുന്നു? ആന്റീരിയർ പിറ്റ്യൂട്ടറി പോയിട്ട് അവിടെ പോയിട്ട് LH FSH എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആന്റീരിയർ പിറ്റ്യൂട്ടറി പോയിട്ട് LH FSH റിലീസ് ആകുന്നുണ്ട്, അതിന് സ്റ്റിമുലേറ്റ് ആക്കുന്നു. then ഈ LH FSH വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ്. ഈ LH FSH ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ബ്ലഡിലോട്ട് റിലീസ് ആയിട്ട് അത് എവിടെ എത്തും? നമ്മുടെ പ്രൈമറി 6 ഓർഗൻസ് ആയിട്ടുള്ള ഗൊനാഡ്സ് ഏതൊക്കെ? ഫിമെയിൽ ആയിരിക്കുമ്പോൾ അത് ഏതാണ്? ഓവറി. മെയിൽ ആയിരിക്കുമ്പോൾ ഗൊനാഡ്സ്. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് നമ്മുടെ ഗൊനാഡ്സ് റിലീസ് ചെയ്യുന്ന മെയിൻ 6 ഹോർമോൺസ് ഉണ്ട്. ഏതൊക്കെ നമുക്ക് നോക്കാം. നമുക്കറിയാം ഫീമെയിൽ ആയിരിക്കുമ്പോൾ എന്തായിരിക്കും? ടെസ്റ്റോസ്റ്റിറോണും. മെയിൽ ആയിരിക്കുമ്പോൾ മാറിപ്പോയി ഫീമെയിൽ ആയിരിക്കുമ്പോൾ ഈസ്ട്രജനും, മെയിൽ ആയിരിക്കുമ്പോൾ എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ. അപ്പം ഈ LH FSHും പോയിട്ട് ഈ രണ്ട് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഗൊനാഡ്സ് പോയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഈ ഗൊനാഡ്സ് എന്ത് ചെയ്യും? അതിന് വേണ്ട സെക്സ് ഹോർമോൺസ് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഇങ്ങനൊരു പാത്വേ, ഈ ഒരു ഹോർമോൺസിന്റെ ഇങ്ങനെ ഉള്ളൊരു ചെയിൻ ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഹോർമോൺസിന്റെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യാം? ഓൾ ഓവർ ബോഡിയിലുള്ള ഫിസിക്കൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടിയുടെ ഭാഗമായിട്ട്. നമുക്കറിയാം പ്യൂബർട്ടി എത്തുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമില് ഫിസിക്കൽ ചേഞ്ചസ് നടക്കുന്ന ആ ഒരു ടൈമിൽ ഫിസിക്കലി നമ്മൾ ഹൈറ്റും വെയിറ്റിലൊക്കെ എന്നിട്ട് നല്ലൊരു ചേഞ്ചസ് വരും അല്ലെ. ഒരു ടീനേജ് ടൈമിൽ നല്ലൊരു ആ കുട്ടിയായി ബാല്യത്തിൽ നടന്ന ഒരാളായിരിക്കില്ല ആ ഒരു ടീനേജ് പ്രായത്തിൽ പെട്ടെന്നായിരിക്കും മൊത്തത്തിലൊരു ചേഞ്ച് വരും. ഓവർ സൈസിൽ നല്ലൊരു ഗ്രോത്ത് തന്നെ ആയിരിക്കും ആ ഒരു ടൈം ഉണ്ടായിരിക്കും. പ്യൂബർട്ടിയുടെ ആ ഒരു പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഏകദേശം നല്ല രീതിക്കൊരു ഭയങ്കര ഗ്രോത്ത് സ്പേർട്ട് എന്ന് പറയും. ആ രീതിക്ക് എന്തുണ്ട്? ഒരു വളർച്ച ഉണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാം ഗേൾസിന്റെ കേസിൽ ഈ ഒരു വളർച്ചയിൽ ഡിഫറൻസ് ഉണ്ട്, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമുക്കറിയാം ഗേൾസിന്റെ കേസിലാകുമ്പോൾ പ്യൂബർട്ടിയുടെ സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇവന്റ് ആണ് എന്ത്? മെൻസ്ട്രേഷൻ. മെനാർക്ക് സ്റ്റാർട്ട് ചെയ്യും. മെൻസസ് എന്ന് പറയുന്ന പ്രോസസ് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലെ. അപ്പൊ അതും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെ ഹോർമോൺസ് മെയിൻ ആയിട്ട് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്കറിയാം എൻഡോക്രൈൻ സിസ്റ്റം നമ്മൾ ഓൾറെഡി തേർഡ് സെമ്മിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഓരോ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പൊ അതിൽ പറയുകയാണെങ്കിൽ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നു? ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. അത് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? GnRH. ഈ GnRH പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആന്റീരിയർ പിറ്റ്യൂട്ടറി പോയിട്ട് അവിടെ പോയിട്ട് LHനെ FSHനെ റിലീസ് ചെയ്യുന്നു. അത് നേരെ പോയിട്ട് ഗൊനാഡ്സിലെത്തിയിട്ട് അവിടെ നിന്ന് മെയിനായിട്ട് പ്രൈമറി 6 ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അതേപോലെ മറ്റ് നമ്മുടെ ബോഡിയുടെ ഭാഗത്തു നിന്നുള്ള അതർ ഇൻപുട്ട് പല ന്യൂറോൺസിന്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കൂടെ അകപ്പാടെ കൂടിയിട്ടാണ് ഈ എൻഡോക്രൈൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത് നമ്മുടെ പ്യൂബർട്ടിയുടെ സമയത്ത്. ഓക്കെ, ഇനി നമുക്ക് ട്രൂ പ്യൂബർട്ടിന്റെ മറ്റൊരു പേരും കൂടെ അറിയപ്പെടുന്നുണ്ട്, സെൻട്രൽ പ്യൂബർട്ടി. എന്ന് വെച്ചാൽ അത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അല്ലെ. അപ്പൊ തലംസൊക്കെ വരുന്നത് ആ സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിനിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തന്നെ സെൻട്രൽ പ്യൂബർട്ടി അല്ലെങ്കിൽ ട്രൂ പ്യൂബർട്ടി എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഇത് ജസ്റ്റ് പറഞ്ഞു എവിടെ നിന്ന് എങ്ങനെ ഏത് വരുന്നു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഹൈപ്പോതലാമസിലെ GnRH റിലീസ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഈ എൻഡോക്രൈൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പ്യൂബർട്ടിയുടെ എന്ത് ചെയ്യുന്നത്? ബിഗിൻ ചെയ്യുന്നത്. അതിന് മെയിൻ ആയിട്ട് ഹൈപ്പോതലാമസിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് അർക്വേറ്റ് ന്യൂക്ലിയസ്. ഈ അർക്വേറ്റ് ന്യൂക്ലിയസ് ആണ് മെയിൻ ഡ്രൈവർ. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡ്രൈവ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് അർക്വേറ്റ് ന്യൂക്ലിയസ് ആണ്. ഈ അർക്വേറ്റ് ന്യൂക്ലിയസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ GnRH ഗൊനാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ജനറേറ്റ് ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും. ഓക്കെ, ഇനി അർക്വേറ്റ് ന്യൂക്ലിയസിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിനെ എഫക്ട് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നത് മറ്റുള്ള ന്യൂറൽ ഇൻപുട്ടുകളാണ്. മറ്റുള്ള നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷൻസും കാര്യങ്ങളും അതിൽ നിന്ന് വരുന്ന ന്യൂറൽ ഇൻപുട്ടും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഇത് എപ്പോൾ GnRHനെ റിലീസ് ചെയ്യാണ് അത് കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഈ അർക്വേറ്റ് ന്യൂക്ലിയസ്. ഓക്കെ, ഇനി ഇപ്പം ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്സ് നിൽക്കുന്നത് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അതുകഴിഞ്ഞ് ഗൊനാഡ്സിന്റെ മെയിൻ ആയിട്ടുള്ള 6 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. അതിനൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻഡോക്രൈൻ ഒരു ഗ്ലാൻഡാണ് അഡ്രീനൽ ഗ്ലാൻഡ്.
ഈ അഡ്രീനൽ ഗ്ലാൻഡിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഹോർമോൺ റിലീസിന് പ്യൂബർട്ടിയുടെ സമയത്ത്. അഡ്രീനൽ ഗ്ലാൻഡ് ശരിക്കും നമുക്ക് പറയാം സെക്കൻഡ് സോഴ്സ് ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്. അതായത് ഈ ഗൊനാഡ്സ് റിലീസ് ചെയ്യുന്ന സ്റ്റിറോയിഡ് ഹോർമോൺസ് ഏതൊക്കെയാണ്? ഫീമെയിൽ കേസിനാണെങ്കിൽ അത് ഈസ്ട്രോജൻ ആണ്, മെയിൽ കേസിനാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ വരുന്ന സ്റ്റിറോയിഡ് ഹോർമോൺസിന്റെ രണ്ടാമത്തെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഈ അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. ഈ അഡ്രീനൽ ഗ്ലാൻഡിനാണ് പിന്നെയുള്ള സ്റ്റിറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അഡ്രീനൽ ഗ്ലാൻഡിന് മെച്ചുറേഷൻ വിളിക്കുന്ന പേരാണ് അഡ്രീനാർക്ക്. എന്താണ് അഡ്രീനാർക്ക്? അതേപോലെ ഗൊനാഡ്സ്, നമ്മുടെ പ്രൈമറി 6 ഓർഗൻസ് ഉണ്ടല്ലോ, ഓവറി, ടെസ്റ്റിസ്, ഇതിന്റെ ഒരു എന്താ പറയുക ഒരു മെച്ചുറേഷൻ ടൈമിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഗൊനാഡാർക്ക്. ശരിക്കും നമ്മുടെ ഈ ഗൊനാഡ്സ് മെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അഡ്രീനലിന്റെ മെച്ചുറേഷൻ കാര്യമായിട്ട് നടക്കുന്നതെന്ന് പറയും. അഡ്രീനാൽ പ്രിസീഡ്സ് ഗൊനാഡാർക്ക് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം കുറച്ചും കൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഹോർമോൺസ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്യാം, അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ഹോർമോൺസ് ഉണ്ട്. അത് എന്തൊക്കെയാണ് പ്യൂബർട്ടിയുടെ സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഹോർമോണിൽ വരുന്നതാണ് ന്യൂറോകൈനിൻ ബി ആൻഡ് കിസ്പെപ്റ്റിൻ. ഓക്കെ, ന്യൂറോകൈനിൻ ബി ആൻഡ് കിസ്പെപ്റ്റിൻ പഠിക്കാനൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, ഇത് ശരിക്കും എന്താ പറയുക നമ്മുടെ ഹൈപ്പോതലാമസിന്റെ KNDY ന്യൂറോൺ പാത്വേ, ഈ ന്യൂറോൺസിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ന്യൂറോകൈനിനും അതേപോലെ കിസ്പെപ്റ്റിനും. ഇതാണ് നമ്മുടെ GnRHനെ റിലീസ് ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യാൻ. ഞാൻ പറഞ്ഞ ആർക്വേറ്റ് ന്യൂക്ലിയസ് എന്നൊക്കെ പറഞ്ഞത്, ഈ ആർക്വേറ്റ് ന്യൂക്ലിയസ് ആണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ഉണ്ടാവണമെങ്കിൽ ഒരു ഹോർമോൺ റിലീസ് ആവുന്നുണ്ട്, അതാണ് ഈ ന്യൂറോകൈനിൻ ബിയും അതേപോലെ കിസ്പെപ്റ്റിൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് KNDY എന്ന് പറഞ്ഞ ഹൈപ്പോതലാമസിന്റെ ന്യൂറോൺസിനാണ് എന്ത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ക്രിട്ടിക്കൽ പാർട്ട് ഓഫ് ദ കൺട്രോൾ സിസ്റ്റം ആണ് ഇതാണ് എന്ത് ചെയ്യുന്നത് GnRH റിലീസ് ചെയ്യുന്ന വേണ്ട എന്നുള്ള ആർക്വേറ്റ് ന്യൂക്ലിയസിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോൺസ്. ഓക്കെ, പിന്നെ നമുക്കറിയാം GnRH എന്ത് ചെയ്യുന്നുണ്ടോ മെയിൻ ആയിട്ട് നമ്മുടെ ആന്റിരിയർ പിറ്റ്യൂട്ടറി പോയിട്ട് അവിടുത്തെ സെൽസിനെ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് LH FSH റിലീസ് ചെയ്യാൻ പറയുന്നുണ്ട്. അറിയില്ല, അവിടെ പോയിട്ട് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ ഈ LHഉം FSH നമുക്ക് ഡീറ്റെയിൽഡ് നോക്കാം. LH എന്താണെന്നും FSH എന്താണ്. LHന്റെ പേരാണ് ല്യൂട്ടിനൈസിങ് ഹോർമോൺ. LH ഷോർട്ട് ഫോം ആണ് ല്യൂട്ടിനൈസിങ് ഹോർമോൺ. ഒരു ലാർജർ ആയിട്ടുള്ള പ്രോട്ടീൻ ഹോർമോൺ ആണ് ഈ LH. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർമോൺസിനെ പറ്റി SC ഒക്കെ ചോദിക്കാം, 5 മാർക്കിനൊക്കെ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ്, അതിന്റെ പ്യൂബർട്ടി സമയത്ത് അത് എന്തൊക്കെ ചെയ്യുന്നത്. ഈ ലാർജർ പ്രോട്ടീൻ ഹോർമോൺ ആയിട്ടുള്ള LH എന്താ ചെയ്യുന്നത്? അത് ഈ ടെസ്റ്റിസ് പോയിട്ട് ലേഡിക് സെൽസ്, ടെസ്റ്റിസിലെ ലേഡിക് സെൽസ് ഉണ്ട്, ഈ ലേഡിക് സെൽസിൽ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതേപോലെ ഓവറിയിലാണെങ്കിൽ തീക്ക സെൽസ് എന്ന് പറഞ്ഞ സെല്ലുണ്ട്, ഈ തീക്ക സെൽസ് പോയിട്ട് ഈ ലേഡിക് സെൽസ് എന്ത് ചെയ്യുന്നു ആക്ട് ചെയ്യുന്നു. ഓവറിയിൽ തീക്ക സെല്ലിലും അതേപോലെ ടെസ്റ്റിസിലെ എന്താ പറയുക ലേഡിക് സെൽസിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ LH ആക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു പ്യൂബർട്ടി എത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞു LH FSHും ആന്റിരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പ്യൂബർട്ടിയുടെ ഫസ്റ്റ് ടൈം ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യുന്നത് LH ആയിരിക്കും. FSHനെ വെച്ച് നോക്കുമ്പോൾ ഒരു 25 മടങ്ങ് കൂടുതലായിരിക്കും ഇത് LH റിലീസ് ചെയ്യുന്നത്. അപ്പൊ LH നല്ല രീതിക്ക് ഇതിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് പ്യൂബർട്ടി സമയത്ത്, LH പറഞ്ഞ ഹോർമോൺ. ഓക്കെ, അത് നോട്ടീസ് ചെയ്യും. പിന്നെ FSH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റ് ഹോർമോൺ. ഓക്കെ, അത് മെയിനായിട്ട് നമ്മുടെ ഓവറിയിലെ ഫോളിക്കിൾസിൽ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഫോളിക്കിളിന്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. ഓവറി ഉണ്ടാകുന്നത് ഒരു ഫോളിക്കിൾ പറഞ്ഞ സാധനങ്ങളൊക്കെ കവർ ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ അതിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ മെയിൻ കേസിനാണെങ്കിൽ സർട്ടോളി സെൽസ്, അതേപോലെ സ്പേം ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഈ ടിഷ്യൂസിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും ഈ FSH പോയിട്ട് ആക്ട് ചെയ്തിട്ട് അതിന്റെ വർക്കും കാര്യങ്ങളും എന്ത് ചെയ്യും ഹെൽപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇത് FSH LH. അതേപോലെ GnRH നമ്മൾ പറഞ്ഞു, ന്യൂറോകൈനിനും കിസ്പെപ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ, അതേപോലെ നമ്മുടെ ഈസ്ട്രോജൻ, ഗൊനാഡ ഹോർമോൺസ്. ഓക്കെ, പ്രൈമറി 6 ഹോർമോൺസ്. ഓക്കെ, ഇനി എന്താണ് ഈ ടെസ്റ്റോസ്റ്റിറോൺ? ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്. ഈ സ്റ്റിറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസിലെ ലേഡിക് സെൽസ് ആണ്. ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസിലെ ലേഡിക് സെൽസ് ആണ്. ഓക്കെ, നമ്മുടെ ഈ ടെസ്റ്റോസ്റ്റിറോൺ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് പറയാം പ്രൈമറി മമ്മേലിയൻ ആൻഡ്രോജൻ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഈ ടെസ്റ്റോസ്റ്റിറോൺ ഗേൾസിലുണ്ടായിരിക്കും, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറിയും അതേപോലെ അഡ്രീനൽ കോർട്ടസും ആയിരിക്കും ഗേൾസിൽ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അത് പുരുഷന്മാരുടെ അത്രത്തോളം എന്ത് ചെയ്യില്ല, ഗേൾസിൽ ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ത് ചെയ്യില്ല പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, ലെസർ എമൗണ്ട് മാത്രം ഓവറി അതേപോലെ അഡ്രീനൽ കോർട്ടക്സും ഫീമെയില് എന്ത് ചെയ്യുള്ളൂ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മെയിലിൽ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലേഡിക് സെൽസ് ആണ്, അതൊരു സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്.
ഓക്കെ. ഇനി ഈസ്ട്രാഡയോൾ എന്ന് വെച്ചാൽ ഈസ്ട്രോജനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊരു സ്റ്റിറോയിഡ് ഹോർമോണാണ്. ഇത് ശരിക്കും ടെസ്റ്റോസ്റ്റിറോണിന്റെ ആരോമറ്റൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ് ഈസ്ട്രാഡയോൾ ഉണ്ടാവുന്നത്. ആരോമറ്റൈസേഷൻ എന്നത് കെമിസ്ട്രിയിൽ വരുന്ന ഒരു ഭാഗം, അതായത് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രോസസ്സ് വഴി ആരോമറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു വഴി ഈ ടെസ്റ്റോസ്റ്റിറോൺ ഇതൊക്കെ ഒരു മോളിക്യൂൾസ് ആണല്ലോ, ഒരു ഹോർമോൺ ഒക്കെ ഒരു പ്രോട്ടീൻ സ്റ്റിറോയിഡ് പോലത്തെ ഹോർമോൺ മോളിക്യൂൾസ് ആണ്. അപ്പൊ അതിൽ ചില ചേഞ്ചസ് വന്നതിന് ശേഷമാണ് എന്തുണ്ടാകുന്നത്, ഈ ഒരു എന്താ പറയുക എസ്ട്രാഡയോൾ ഉണ്ടാവുന്ന പറയുന്നത്. മെയിനായിട്ട് ഈ എസ്ട്രാഡയോൾ ഉണ്ടാക്കുന്നത് ഓവറിയിലെ ഗ്രാനുലോസാർ സെൽസ് എന്ന് പറഞ്ഞ സെല്ലുണ്ട്. ഈ സെല്ലിനാണ് എന്ത് ഈസ്ട്രാഡയോൾ അല്ലെങ്കിൽ ഈസ്ട്രോജൻ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു അഡ്രീനൽ ആൻഡ്രോജൻ. ഈ അഡ്രീനൽ ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സ്റ്റിറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ പ്യൂബർട്ടിയുടെ നമ്മുടെ ഗ്രോത്തിനെയും സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ അഡ്രീനൽ ആൻഡ്രോജൻ അല്ലെങ്കിൽ ആ സ്റ്റിറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രീനൽ കോർട്ടെക്സിന്റെ സോണ റെറ്റിക്കുലോസ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഓക്കെ. ഇതൊക്കെ ഇനി അതിൽ നോക്കാനുള്ളത് അഡ്രീനൽ ആൻഡ്രോജൻ എന്ന് പറഞ്ഞല്ലോ. ഈ അഡ്രീനൽ ആൻഡ്രോജൻ എന്ന് വെച്ചാൽ അഡ്രീനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ വേണ്ട ഹോർമോൺസ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്രീനൽ ആൻഡ്രോജൻ 3 ഉണ്ട്, അത് പറഞ്ഞല്ലോ. അത് കുറച്ച് വലിയ പേരുകളൊക്കെയാണ്. ഡീഹൈഡ്രോ എപ്പിയാൻഡ്രോസ്റ്റിറോൺ, അതേപോലെ ആൻഡ്രോസ്റ്റീൻ ഡയോൺ, അതേപോലെ ഡീഹൈഡ്രോസ്റ്റിറോൺ സൾഫേറ്റ്. അത് പറയാൻ കിട്ടിയില്ലെങ്കിലും പഠിക്കാൻ പറ്റിയ എങ്ങനെയെങ്കിലും നമ്മൾ കോഡൊക്കെ യൂസ് ചെയ്ത് പഠിക്കാവുമ്പോൾ നന്നായിരിക്കും. ഒരു കാര്യം പഠിച്ചാൽ തന്നെ രണ്ടും ഇതൊക്കെ ജസ്റ്റ് ഏകദേശം ഒരേപോലെ തന്നെയാണ്. മേജർ അഡ്രീനൽ ആൻഡ്രോജൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇന്ന സ്ഥലത്തു നിന്നാണ് സോണ റെറ്റിക്കുലസ് ഓഫ് അഡ്രീനൽ കോർട്ടക്സ് എന്നാണ് റിലീസ് ചെയ്യുന്നത്. ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്. മേജർ ആയിട്ടുള്ള ഒന്നിന്റെങ്കിലും പേര് എഴുതാൻ പറ്റും അത്രയും നല്ല എനിക്ക് എക്സാമിലൊക്കെ. ഓക്കെ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോണാണ് IGF-1. പ്യൂബർട്ടിയുടെ സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഹോർമോൺ IGF-1. അതിനെ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1. ഇതാണ് ഈ IGF-1ന്റെ എന്ത് വൈഡ് ആയിട്ടുള്ള ഫോം. അതിന്റെ ഷോർട്ട് ഫോം ആണ് IGF, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1. ഓക്കെ. ഇത് നമ്മുടെ പ്യൂബർട്ടിയുടെ സമയത്ത് പതുക്കെ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സബ്സ്റ്റാൻഷ്യലി റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തിനനുസരിച്ചിട്ടായിരിക്കും, നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ, നമുക്ക് വളർച്ചയുടെ ഹോർമോൺ എന്തുണ്ടാവും അവിടെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ റിലീസ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ട് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ നല്ല ഗ്രോത്ത് സംഭവിക്കും. അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1 എന്ത് ചെയ്യുക, റിലീസ് ചെയ്യും. അത് ശരിക്കും ഒരു മീഡിയേറ്റർ ആയിട്ട് നമുക്ക് പറയാം. നമ്മുടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതിനെ കൺട്രോൾ ചെയ്യുന്നതും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എഫക്റ്റ് ചെയ്യുന്നൊരു ഹോർമോണാണ്. ഓക്കെ. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഹോർമോണാണ് ലാസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു പ്യൂബർട്ടിയുടെ സമയത്തുള്ളതാണ് ലെപ്റ്റിൻ എന്ന് പറയും. ലെപ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂ. എന്ത് ഈ അഡിപ്പോസ് ടിഷ്യൂ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ് ഇത് അഡിപ്പോസ് ടിഷ്യൂ. ഫാറ്റിനെ റിലീസ് ചെയ്യുന്ന അത് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്ന നമ്മുടെ ഈ ഒരു സ്കിന്നിന്റെ അടിയിലൊക്കെ കാണുന്ന ഒരു ടിഷ്യൂ ആണ് ഇത് അഡിപ്പോസ് ടിഷ്യൂ. ഓക്കെ. അപ്പോൾ ഈ അഡിപ്പോസ് ടിഷ്യൂവിന്റെ മെയിൻ ടാർഗറ്റ് സ്ഥലം എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. സോറി, അഡിപ്പോസ് ടിഷ്യൂവിന്റെ അല്ല, ലെപ്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ അല്ല. ഇത് ലെപ്റ്റിൻ ഹോർമോൺ എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുക, അഡിപ്പോസ് ടിഷ്യൂന്ന്. ഈ ലെപ്റ്റിന്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ. ഈ ഹൈപ്പോതലാമസ് പോയിട്ട് എന്താ, അതായത് ഈ ലെപ്റ്റിൻ എപ്പോഴും റിലീസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര ഫാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാസും വെയിറ്റൊക്കെ ഒന്നും കൂടില്ല. ആ ഒരു സമയത്താണ് ഈ ലെപ്റ്റിൻ എന്ത് ചെയ്യാം, ആ ഹോർമോൺ പോയിട്ട് ഹൈപ്പോതലാമസിൽ പോയിട്ട് ആക്ട് ചെയ്യാം. അപ്പൊ എന്താ, നമ്മൾ ഏകദേശം വളർച്ചയൊക്കെ എത്തിയിട്ടുണ്ട്, ആവശ്യത്തിന് ഫാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലായി, ഇനിയിപ്പോൾ ഒരു സെക്ഷൽ മെച്ചുറേഷനുള്ള ടൈമായി എന്നൊക്കെ ഇതിൽ ഫാക്റ്റ് ഒക്കെ എന്ന് പറയുമ്പോൾ അഡിപ്പോസ് ടിഷ്യൂ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണൽ ലെപ്റ്റിൻ. ഓക്കെ. ഫീമെയിലിന് മെയിൻ ആയിട്ട് പ്യൂബർട്ടിക്ക് കാരണമാക്കുന്ന ഒരു പെർമിസീവ് റോൾ തന്നെ ആർക്കുണ്ട്, ലെപ്റ്റിൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. അതേപോലെ എനർജി മെറ്റബോളിസം, അപ്പറ്റൈറ്റ്, നമ്മുടെ വിശപ്പും കാര്യങ്ങളും ഇതിന് ഒരു ഇതാക്കുന്ന ഒരു റഫ് ഇൻഡിക്കേറ്റർ ആണ് ശരിക്കും ലെപ്റ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്യൂബർട്ടിയുടെ സമയത്ത് ഉണ്ടാകുന്ന വർക്ക് ചെയ്യുന്ന ഹോർമോൺസ്. ഏതൊക്കെയാണ് നമുക്കൊന്നുകൂടെ നോക്കാം. ഏതൊക്കെയാണ് മേജർ ഹോർമോൺസ്? ഒന്ന് ന്യൂറോകൈനിൻ, ബി ആൻഡ് കിസ്പെപ്റ്റിൻ. ഞാൻ പറഞ്ഞു അത് എവിടെ നിന്നാണ്, ഹൈപ്പോതലാമസ് എന്നാണ് റിലീസ് ചെയ്യുന്നത്. ഹൈപ്പോതലാമസിലെ KNDY ന്യൂറോൺസിനാണ് ഇത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് റോൾ ആർക്കുണ്ട്, GnRH റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനുണ്ട്. GnRH എവിടെ നിന്നാണ്, ആർക്വേറ്റ് ന്യൂക്ലിയസ് ഓഫ് ഹൈപ്പോതലാമസ് ആണ് റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ ആണ് ഇത്. ഇപ്പൊ പറഞ്ഞ GnRH റിലീസ് ചെയ്ത് GnRH ഇതെവിടെ പോകും, പിറ്റ്യൂട്ടറി പോവും, മറ്റു കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് LHFSH റിലീസ് ചെയ്യും. LHFSH ഇമ്പോർട്ടൻ്റ് ആയ ഹോർമോൺ ആണ്. LH എവിടെ പോയിട്ടാണ് ആക്ട് ചെയ്യുക, FSH എവിടെ നിന്ന് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു.
അതേപോലെ LH ആയിരിക്കും കുറച്ചും കൂടി പ്യൂബർട്ടിയുടെ ആദ്യ സമയത്ത് റിലീസ് ചെയ്യുന്നത്. FSH വെച്ച് നോക്കുമ്പോൾ ഒരു 25 മടങ്ങ് കൂടുതലാണ്. ഓക്കെ, പിന്നെ അതേപോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് എന്താ, LH FSH അവിടെ എത്തി, ഗൊനാഡ്സിൽ എത്തിയിട്ട് ഗൊനാഡ്സിൽ അവിടെ പോയിട്ട് സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഫീമെയിൽ ആണെങ്കിൽ അവിടെ ഈസ്ട്രോജനും, മറ്റൊരുത്താണെങ്കിൽ മെയിൻ്റെ കേസിലാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഈ ടെസ്റ്റോസ്റ്റിറോൺ ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്. ഇത് ഫീമെയിലിൻ്റെ കേസിലും ഈ ഒരു ടെസ്റ്റോസ്റ്റിറോൺ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ മെയിൻ പണി നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഹെൽപ്പ് ആക്കുക, സെക്ഷൽ ആയിട്ടുള്ള ബിഹേവിയറൽ ഫീലിങ്സും ഇങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ലീഡ് ചെയ്യാനാണ് ഈ പറഞ്ഞ സെക്സ് ഹോർമോൺസിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് അങ്ങനെ എഴുതാം. പിന്നെ അതിൽ പറയുന്ന അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ടല്ലോ, അഡ്രീനൽ കോർട്ടക്സിൽ നിന്ന് റിലീസ് ചെയ്യുന്ന അഡ്രീനൽ ആൻഡ്രോജൻ, അത് എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? സോണ റെറ്റിക്കുലോസ് ഓഫ് അഡ്രീനൽ കോർട്ടക്സ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു 3 എണ്ണത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകും. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ് IGF എന്ന് പറഞ്ഞ ഹോർമോൺ, ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ 1. ഇതെന്താണ്? നമ്മുടെ ഗ്രോത്തിനെ മീഡിയേറ്റ് ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മുടെ ഗ്രോത്ത് നടക്കുന്ന സമയത്ത്, പ്യൂബർട്ടി സമയത്ത് അതൊക്കെ ഇതും റിലീസ് ചെയ്യാൻ തുടങ്ങും, ഈ ഒരു ഹോർമോൺ. അതിനെന്തുണ്ട്? നമ്മുടെ ഈ ഒരു പ്യൂബർട്ടിയുടെ സമയത്തുള്ള ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ അടുത്ത ഏറ്റവും ലാസ്റ്റ് പറഞ്ഞതാണ് ലെപ്റ്റിൻ. ലെപ്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ അഡിപ്പോസ് ടിഷ്യൂ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫാറ്റിനെ കൺട്രോൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങളാണ്. ഇത് നേരെ ടാർഗറ്റ് വരുന്നത് ആരാ? ഹൈപ്പോതലാമസ് ആണ്. അവിടെ പോയിട്ട് ഓക്കെ GnRH റിലീസ് ചെയ്യാനൊക്കെ ആയോ, അല്ലെങ്കിൽ നമ്മൾ ഫാക്ടറൊക്കെ എത്രത്തോളം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ലെപ്റ്റിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പെർമിസീവ് റോൾ ഇൻ ഫീമെയിൽ പ്യൂബർട്ടിയിൽ ആർക്കുണ്ട്? ലെപ്റ്റിൻ ഉണ്ട്. അപ്പൊ ഇത്രയാണ് മേജർ നമ്മുടെ ഇത് പ്യൂബർട്ടിയുടെ സമയത്തുള്ള ഹോർമോൺസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഒരു പ്യൂബർട്ടിയുടെ സമയത്ത് നമുക്ക് അത്രയും കാലം ഒരു കുട്ടിക്ക്, ഒരു ചൈൽഡായിട്ടുള്ള സമയത്ത് ഉണ്ടാവുന്ന ബോഡിയുടെ അവസ്ഥയൊന്നും ആയിരിക്കില്ലല്ലോ, ഭയങ്കരമായിട്ട് ചേഞ്ചസ് സംഭവിക്കാൻ പോവാണ്. സെക്കൻഡറി രണ്ടാമതൊരു സെക്ഷൽ ആയിട്ടുള്ള പല ചേഞ്ചസും. കുട്ടിയായിരിക്കുന്ന സമയത്ത് ആകെ അവരിൽ നമുക്ക് നോക്കുന്ന ഒരു സെക്സ് ഡിഫറൻസിയേഷൻ എന്താ? ആൺകുട്ടിയാണെങ്കിൽ അവിടെ പെനിസും ടെസ്റ്റിസും കാര്യങ്ങളും, ഗേൾ ആണെങ്കിൽ എന്തായിരിക്കും വെജീനൽ ഏരിയാസ്, ഇത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊരു ബ്രസ്റ്റ് ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ബോഡി ഹെയർസോ, ബോയ്സിന്റെ കേസിൽ വോയിസിൽ ചേഞ്ചസോ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. വലിയൊരു ഒരു സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസ് ഉണ്ടാകുന്നില്ല. പക്ഷെ ഇനി രണ്ടാമത് ഉണ്ടാവുന്ന ഒരു സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഭയങ്കര നല്ല രീതിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഈ ഒരു പ്യൂബർട്ടിയുടെ സമയത്താണ്. അപ്പൊ എങ്ങനെയാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഡെവലപ്മെന്റ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ബോയ്സിലും അതേപോലെ ഗേൾസിലുള്ള ഡിഫറൻസ് നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ, നമുക്ക് കത്തിച്ച് എഴുതാൻ പറ്റും. പക്ഷെ ആവശ്യമില്ലാത്തതും എന്താ പറയുക, മാറി എഴുതരുതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബോയ്സിന്റെ കേസിൽ എങ്ങനെ ആയിരിക്കും? നമുക്കറിയാം, പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ടെസ്റ്റിസ് ഒക്കെ എന്താവും? വലുതാവും. അവരുടെ ആ മെയിൻ ആയിട്ടുള്ള ഒരു സെക്സ് ഓർഗനൊക്കെ എന്താ വലുതാവാൻ തുടങ്ങും. അവരുടെ ടെസ്റ്റിസിന് എന്താവും? സ്പേം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ സെമൻ റിലീസ് ചെയ്യും. നമ്മുടെ മലയാളത്തിൽ ശുക്ലം എന്നൊക്കെ പറയും. ഈ സെമൻ റിലീസ് ചെയ്യാനും അതേപോലെ പെനിസ് ഒക്കെ ഇറക്റ്റ് ചെയ്യാം, ഇറക്റ്റ് പൊസിഷനിൽ നിൽക്കാനും അവരൊരു എന്താ പറയാ, ഒരു ഫീമെയിൽ പാർട്ട്ണറിലോട്ട് സ്പേം റിലീസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു മെച്ചുറേഷൻ നടക്കും അവരുടെ ശരീരത്തിൽ പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, പെനിസിന്റെ സൈസ് കൂടും. പിന്നെ അതേപോലെ നമ്മുടെ പ്യൂബിക് ഏരിയാസിലൊക്കെ ഹെയർ വരും. ഓക്കെ, മാത്രമല്ല നമുക്ക് താടി, അതേപോലെ മീശ, അങ്ങനെ ഓവറോൾ എന്ത് ചെയ്യും? ഹെയർസ് പല ഏരിയസിലായിട്ട് വരും ബോയ്സിന്റെ കേസ്. പിന്നെ എന്ത് വരും? അവര് സൗണ്ട് നല്ല ചേഞ്ച് സൗണ്ടിൽ വരും, ഭയങ്കര ഡീപ്പനായിട്ട് വോയിസ് മാറും. പിന്നെ അതേപോലെ എന്ത് വരും? മസ്കുലിനിറ്റി കുറച്ചും കൂടെ മസ്കുലിൻ നേച്ചർ ആയിരിക്കും. ഷോൾഡർ, ഈ ജോ, ഫേസിൻ്റെ ഒക്കെ എന്താ പറയുക, നന്നായ രീതിയിൽ ഗ്രോ ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട്. ഹെവിയർ ബോൺസ് ആയിരിക്കും, ഭയങ്കര ബോണൊക്കെ നല്ല കട്ടി, മസിൽ ഗ്രോത്ത് ഒക്കെ, സ്കെൽറ്റൽ മസിൽസ് ഒക്കെ നല്ല രീതിക്ക് ഗ്രോ ചെയ്യും. ഇതൊക്കെയാണ് മെയിനായിട്ട് ബോയ്സിന്റെ കേസിൽ ഉണ്ടാകുന്ന പ്യൂബർട്ടിയുടെ ടൈമിൽ ഉണ്ടാകുന്ന ഒരു സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഓക്കെ, പിന്നെ ഇനി ഗേൾസിന്റെ കേസിലാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? ഗേൾസിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം, ഫസ്റ്റ് ആയിട്ട് അവർ പ്യൂബർട്ടിയിലോട്ട് കടക്കുന്ന സമയത്ത് കാണിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, ഈ ഒരു മെൻസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടിയുടെ ഒരു ടൈമിലാണല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിന്റെ 2 വർഷം മുന്നെയോ അല്ലെങ്കിൽ ഒരു 12 മാസം ഒരുപാട് മുന്നേ ആയിട്ട് അവരുടെ ഒരു ബ്രസ്റ്റിന്റെ ഏരിയയില് എന്താ പറയാ, മീൻസ് ചെസ്റ്റ് ആയിട്ട് മാത്രം ഉണ്ടായിരുന്ന ടൈം പിന്നെ അത് ബ്രസ്റ്റ് ആയിട്ട് മാറാം. അവിടെ ചെറിയ ചെറിയ സോഫ്റ്റിനായിട്ട് ഒരു തുടിപ്പ് വരും. ദെൻ അത് എന്താ പറയുക, പതുക്കെ ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ പതുക്കെ ഇതായിട്ട് നമ്മുടെ ആരിയുലർ ലെയർ എന്ന് പറയും, അതായത് നമ്മുടെ നിപ്പിളിന്റെ ചുറ്റിലുള്ള ആ ഒരു റൗണ്ട് ഷേപ്പുള്ള ആ ഒരു ഏരിയയിലോട്ട് ആ ഒരു തുടിപ്പ് ചേഞ്ചസ് വരും. എന്നിട്ട് അത് എല്ലായിടത്തും വികസിച്ചിട്ടാണ് പതുക്കെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്.
ഇതിനെ നമ്മൾ ഈ ഒരു ചേഞ്ചസിനെ നമ്മൾ തിലാർക്ക് എന്ന് പറയും, തിലാർക്ക് എന്ന് പറയും. അങ്ങനെ തിലാർക്ക് സംഭവിക്കും. അത് ഫസ്റ്റ് ഒരു പ്യൂബർട്ടിയുടെ ടൈമിലുള്ള ഫസ്റ്റ് ഒരു ഗ്രാജുവൽ ചേഞ്ച് ആണ് എന്ത് ഫീമെയിൽ കാണുന്നത്. അത് കഴിഞ്ഞ് തിലാർക്കിന് ശേഷം അവരുടെ ശരീരത്തിൽ ഇതുപോലെ പ്യൂബിക് ഹെയർസ് ഒക്കെ വരാൻ തുടങ്ങും പല സ്ഥലങ്ങളിലായിട്ട്. നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലും അതുപോലെ പ്യൂബിക് റീജിയനിലൊക്കെ എന്ത് ചെയ്യും, പറഞ്ഞ പോലെ ഹെയർസ് റിലീസ് ചെയ്യും. ഈ തിലാർക്കിന് ശേഷമാണ് ഈ ബ്രസ്റ്റിന്റെ പതിക്കലെ ചേഞ്ചസ് ഉണ്ടല്ലോ, അതിനുശേഷം അവർക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ പ്യൂബിക് ഹെയർ വരും. അത് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ എന്ത് വരും, അവരുടെ സ്കിൻ ടോൺ മീൻസ് ഇതേപോലെ നമുക്കറിയാം ഹോർമോൺ റിലീസ് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ മൊത്തത്തിലുള്ള ചേഞ്ചസ് വരും. മുഖത്ത് കുരും കാര്യങ്ങളും ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറത്തിൽ ഓരോ പോലെ ആയിരിക്കും, ഇങ്ങനത്തെ ചേഞ്ചസ് വരും. അതേപോലെ വൈറ്റിഷ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡ് അവർക്ക് റിലീസ് ആവാനുള്ള അതുണ്ട്. അപ്പൊ ഇത്രയും കുറെ കാര്യങ്ങൾ. പിന്നെ അതേപോലെ അവരുടെ ഹിപ്പ് വൈഡൻ ആവും, ഇങ്ങനത്തെ ഈ ഒരു പെൽവിക് റീജിയൻ കുറച്ചും കൂടെ വൈഡൻ ആവും. ഇത്രയും കാര്യങ്ങൾക്കിട്ട് മെയിൻ ആയിട്ട് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയുന്നത് അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള ഓവറി, അതേപോലെ യൂട്രസ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഗ്രോ ചെയ്യും. അതേപോലെ അവരുടെ വെജിനയുടെ ഉള്ളിലുള്ള മ്യൂക്കസ് ലെയർ ഒക്കെ കുറച്ചുകൂടെ കട്ടി കൂടി അതിന്റെ ഒരു ലൂബ്രിക്കൻ്റ് നേച്ചർ കൂടും. അതേപോലെ അത് പിങ്ക് ഷെയ്ഡ് ആവും. അങ്ങനെ ഇത്രയും മെയിൻ ഓരോ കാര്യങ്ങളായിരിക്കും ഒരു ഫീമെയിലെ കേസിൽ നടക്കുന്ന പ്യൂബർട്ടിയുടെ സമയത്തുള്ള ചേഞ്ചസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസിന്റെ കുറച്ചധികം പേരുകളുണ്ട്. അതിനെ എന്തൊക്കെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ആ ഹോർമോൺസ് നമ്മുടെ ഒരു പ്യൂബർട്ടിയുടെ സമയത്ത് കൊണ്ടുവരുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. പിന്നെ അതേപോലെ പ്യൂബർട്ടിയുടെ സമയത്ത് ഉണ്ടാകുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊക്കെ പഠിച്ചു പോവാം. ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് സെക്സ് ഡിഫറൻസ് ബ്രെയിനിന്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ മുന്നത്തെ പാട്ടിൽ ഡിസ്കസ് ചെയ്ത പോലെ. അതേപോലെ സെക്ഷൽ ഡിഫറൻസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗമാണ് ഈ ഒരു ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടിയുടെ സമയത്തുള്ള. നമുക്കറിയാം എവിടെ നിന്ന് ഹൈപ്പോതലാമസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഗൊനാഡ്സിൽ എത്തുന്നു, ആ ഒരു പാർട്ടിയെ കറക്റ്റായി പഠിക്കണം, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോൺസ്, ഇത്തരം കുറെ കാര്യങ്ങൾ ഒരു 5 മാർക്കിനും അതേപോലെ എസ്സേ പോലെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, താങ്ക് യു.